വേണ്ട നിന്നെ പൊളിക്കൂടാ. വീട്ടില് നിന്നോട് പറഞ്ഞ് വീട്ടിൽ പോവാൻ. ഇങ്ങനെയാണെങ്കിലേ എന്തായിരിക്കും കാണാട്ടാ. കുടുംബത്തിൽ ഒരാളെ പോയി പള്ളിങ്ങോട്ടില്ല. ഓട്ടറാ നീ അത് വിട്. ഒന്ന് പോവാ. എന്താടാ വാസു? എന്തേ അമ്പലത്തിൽ ആനയാണ് ചേട്ടനൊന്ന് പറഞ്ഞു. എന്താ നിനക്ക് കളിക്കാൻ പാടില്ലേ? എന്നിട്ട് വേണം എന്റെ പിള്ളേര് നടന്നു പോകുമ്പോ അച്ഛനില്ലാത്ത പിള്ളേര് പോണോ അച്ഛനില്ലാത്ത പിള്ളേരൊന്നും നാട്ടുകാർ പറയാൻ ചേച്ചി ഒന്ന് പറയാ. വാസു, അമ്പലത്തില് നല്ല ശർക്കര ഇരിക്കണ്ടാവും. ആ ശർക്കര എടുത്തുണ്ടായിട്ട് നന്നായിട്ട് അങ്ങ് ഉരുക്കി എടുക്കണം. ഉരുക്കിയോ? എന്നിട്ട് ഈ കമ്പെടുത്തോ. എന്നിട്ട് ആ വടം കൊണ്ടുപോയി ഈ ഉരുക്കിയ ശർക്കരയിൽ മുക്കിയെടുക്കണം. ഒരറ്റം അമ്പലപ്പറമ്പിലെ ആൽമര ഉണ്ടല്ലോ, ആൽമരത്തിൽ അങ്ങ് കെട്ടണം. എന്നിട്ട് മറ്റേ അറ്റം ആനയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ആന അതങ്ങ് ശർക്കരയല്ലേ, ആന വഴിക്കോളും. എന്നിട്ടെന്താ അപ്പൊ തന്നെ ആന പിണ്ടടും, കയറ് പിണ്ടം. ആ കയറ് പിണ്ടത്തിന്റെ ഒരറ്റം കൊണ്ടുപോയി അപ്പുറത്തുള്ള തെങ്ങിലും കുരുക്കി കെട്ടണം. കെട്ടിയോ? അപ്പൊ ആന അഴയില് കിടന്നിങ്ങനെ ആടി കളിക്കും. എങ്ങനെയുണ്ട്? കളച്ചോ? അപ്പൊ ആനയുടെ വയറ്റിൽ കൂടെ അല്ലേ കമ്പ പോയത്? ആനനെ പോയി തളയ്ക്കണ്ടേ ചേച്ചി? ആനനെ പോയി തളയ്ക്കണ്ടേ? ഈ ബുദ്ധി നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ എത്ര ആന. ദൈവമേ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? മുരുക, ഹരികരം പോവുകയാണ്, കാത്തോളണേ.
അച്ഛാ ഈ തോർത്ത് എന്തിനാ എനിക്ക് തന്നത്? ആന എന്നെ ചവിട്ടി കൊല്ലുകയാണെങ്കിൽ ഇട്ട് മൂടാനാടാ. എവിടെ പോയി കിടക്കണം? നിങ്ങൾ വന്ന് ചോറ് തിന്ന്, മരുന്ന് കഴിക്കാനുള്ളതല്ലേ? എന്റെ മോമറ്റടി അവന് കാണാണ്ട് മനസ്സിലുണ്ട് എവിടെ പോയി കിടക്കുന്നുണ്ട്. ബൈക്കൊന്നുള്ള യാത്ര. നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം അവൻ ഇത്ര നേരമായിട്ടും വീട്ടിൽ വരാത്തത്. ഏട്ടനല്ലെങ്കിൽ 10 മണി കഴിയാതെ വരാറില്ലല്ലോ. മതി ടി വി കണ്ടത്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി. അവൾക്ക് അവിടെ ടി വി കാണാണ്ട് മനുഷ്യനോട് കിടന്നു. അവൻ വന്നില്ലേ ഹരിയേട്ടാ? ആരാ? കുഞ്ഞപ്പനാണോടാ? ആ, അവതവര് വന്നില്ലെന്നേ. അവൻ ചിലപ്പോ കൂട്ടുകാരായിട്ട് എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. ആ, എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. വീട്ടിലൊരാടെ വേവലാതിയെ കുറിച്ചിട്ട് അവനറിയോ? എന്നാ ഞാൻ പോവാണ്. ആ എന്താ ഇത്ര നേരം വൈകിയെന്ന് ആര് ചോദിക്കാം. വൈകടി? ഇനിയിപ്പോ അവൻ വൈകിയാലും നിനക്കെന്താ? ആൺകുട്ടികളെ ചിലപ്പോൾ വൈകും. ഓ, അച്ഛൻ ചോറ് തന്നിട്ടില്ല, ഏട്ടന് കത്തിരിക്കായിരുന്നു. എങ്ങനെ തിന്നാനാണ്? സാധനം എന്റെ കയ്യിൽ ഇരിക്കുമല്ലേ. പിന്നെ ഇതിന്റെ ബാക്കി അവിടെ പോയടാ. അത് ആശാന ഇത്തിരി കുടിച്ചു. അല്ല, നീ എന്ന് മുതൽ ആശാനായി? ആ ഉവ്വ. കൊണ്ടുവന്ന് കൊടുക്ക്, അല്ലെങ്കിൽ ചോറ് ഇറങ്ങൂല. പിന്നെ നീ എത്ര നേരം അവിടെ പോയി കിടക്കരുതാ? മനുഷ്യൻ വിശന്നിട്ടിരിക്കരുത് ഇവിടെ അല്ലേ? അയ്യോ, ഇത് അമൃതല്ലേ, വിശപ്പ് സഹിച്ചിരിക്കാൻ. ഇത് കഴിക്കുന്നവർക്ക് എന്നും ഇതൊരു അമൃത് തന്നെയാടി കണ്ടങ്കോരന്റെ മോളെ. അല്ലല്ലേ, വേണ്ടി വന്ന നിന്നെ ചവിട്ടി കൂട്ടി അരച്ചിട്ട് തേമ്പി തേച്ചാടി നിന്നെ ഞാൻ. കൊളവമ്പനാടി ഞാൻ. മതയാന മനസ്സിലായ? തുടങ്ങി തള്ളും തളക്കലും. ആ ലവനെ, എടുക്കുന്നതും തൊടുക്കുന്നതും ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണെങ്കിൽ ചെന്ന് കൊള്ളുന്നതും അതേ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെ കൊണ്ടാൽ ഏത് കൊലകൊമ്പനും കൊമ്പ് കുത്തുട മോനെ. കുത്തും. എന്റെ തരിപ്പങ്ങട് മാറി. 5ാം ക്ലാസ്സുകാരിയായ ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്ന് പുഴയിലെറിഞ്ഞ അടിച്ചോട് വീട്ടിൽ മുജീബ് 23-നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മുജീബ് എന്ന് പറയുന്നവനെ ഇവിടെ ഒന്ന് ചായ കുടിക്കാറുള്ളതാ. ആണോ? ആ, പഠിത്തം ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ മോൾ അസീലാനും കൊണ്ട് ഇവിടെ നാട് വിടാനാ തോന്നണേ. ഏത് നാട്ടിൽ ചെന്നാലും ഉണ്ടാവുക ഇതുപോലെ ചില ഞരമ്പ് രോഗികള്. അവനൊക്കെ വേറൊന്നും ചെയ്യാനില്ല. പിടിച്ചവന്റെ സൂനാപ്പി അങ്ങ് ചെത്തിക്കളയണം. അതാണ് അതിന്റെ ശരി. എനിക്കെന്താ വേണ്ടേ? ഒരു ചായ വേണം, ആദ്യം കഴിക്കാനും എടുക്ക്. എന്റെ വിഷ കൊടുത്തു പിന്നെ. ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പഞ്ചായത്തിൽ ആർക്കെങ്കിലും വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരെണ്ണം ചേട്ടനുള്ളതായിരിക്കും. തീർച്ചയായും ഞാൻ ഈ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. മോനെ എത്രയാടാ? ട്രോഫി ആയിട്ട് രാജനും മോനും വന്നെത്തിയല്ലോ. വാടാ, ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, ട്രോഫി നോക്കട്ടെ. നീയാണോ ഈ പഞ്ചായത്തിന്റെ മുത്ത്? ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളുടെ ചെക്കനെ. നീ മേടിച്ചു കളഞ്ഞോളെ തച്ചോളി ചെമ്പ് ഫസ്റ്റ് എടുത്തു പൊക്കണം നമ്മുടെ പയ്യനെ. വെള്ളം വരാത്ത നീ വന്നപ്പോ മുതൽ ഈ വാഷ് ഇവിടെ നിൽക്കുകയാണല്ലേ, ഇതുവരെ വെള്ളം വെച്ച് തരുന്നില്ലേ? അതിന് വെള്ളം നിന്നിരിക്കുകയാണ് ആശാനിത്. അത് ശരി, പിന്നെ എന്തിനാണ് ഈ വാഷ് നീ ഇവിടെ നിൽക്കണേ? വെള്ളം വരുമെന്ന് അറിയാൻ വേണ്ടി നിൽക്കണതാ. എന്നിട്ട് അറിഞ്ഞ? ഏയ്, വെള്ളം വരാൻ സാധ്യതയൊന്നും ഇല്ല. എനിക്ക് നീ കാര്യം ചെയ്യടാ, ആ പെയിന്റിംഗ് എടുത്ത് കലക്കടാ. ആശാന അറിയാൻ പാടില്ലേ എനിക്ക് പെയിന്റ് അലർജി ആണെന്നുള്ള കാര്യം? നന്നായി. എന്നിട്ടാണ് നീ ഹെൽപ്പിന്റെ പണിക്ക് വന്നിരിക്കണത്? വെള്ളം പിടിക്കല് ഹെൽപ്പറി പെട്ടതല്ല ആശാനെ. അത് ശരി, അപ്പൊ വൈകുന്നേരം വരെ ഇതും പിടിച്ചിട്ട് നിൽക്കാനാണ് പ്ലാൻ? ഇല്ല, നിന്നെയൊക്കെ കൊണ്ട് പണിക്ക് വന്നില്ലേ? ആ എന്നെ വേണം പറയാം. ദൈവമേ, എല്ലാവരും കള്ളന്മാരാണ്. ദൂരത്ത് നടക്കുന്നത് ഉറച്ചോണ്ടിരിക്കുന്നു. കാണാ, കളഞ്ഞിട്ട് പോടാ, വഴി കളഞ്ഞിട്ട് പോടാ, പോ. മര്യാദക്ക് പണിയെടുക്കാൻ നോക്കണം, കള്ളപ്പണി എടുക്കാണ്ട്. എടാ മോനെ സജിയടാ, ഈ പണി തീർന്നിട്ട് ഇതിൽ നിന്നെങ്കിലും കിട്ടിയിട്ട് വേണം കഴിഞ്ഞ പണിക്ക് കടമാറ്റ കാശ് കൊടുക്കാൻ.
ഇല്ലെങ്കിലേ അമരനെ പൊക്കി ഏറി നിർത്തും അറിയാലോ. മനുഷ്യനെ കൊല്ലല്ലേ, ഞങ്ങൾ മരിച്ച് പണിയെടുക്കും ആശാനെ. കണ്ടില്ലേ? എന്ത് പണി? ദാ, തുടക്കടാ. ആശാനെ ഏ? കാലത്ത് വെച്ച് പുട്ട് ചതിച്ചെന്നാ തോന്നണേ. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. എന്താണ് ഇത്? എന്റെ ദൈവമേ, ഞാൻ ഈ പണിക്കില്ല. കൊടുക്കത്തെ തൂറൽ. എന്തൊരു തൂറലാടാ ആശാനെ. നീ പോടാ. എടാ 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 എന്തിയാടാ എന്തെങ്കിലും ചെയ്യടാ. ചെയ്തോണ്ടിരിക്കടാ. ഈ വഴി നോക്കി ഇവിടെ എത്തിയോ? ആ ചന്ദ്രിക എത്തി. രമണന്റെ ഇന്നത്തെ പണി തീർന്നു. കാവ്യ കാവ്യ കാവ്യല്ലാളിയാ. നിമിഷം നിമിഷം പണിയെടുക്കടാ. കിട്ടിയ കിട്ടും. കാവ്യ ഹായ്. വാ ഒന്ന് പറഞ്ഞേ. വാ നീ ഡാ, എന്തിയാടാ. കാവ്യ ഓ, പിന്നെ ഒന്ന് പോയടാ. ഇവിടുത്തെ നിമിഷം വന്നേക്കാണ്. അന്നേരം ഒരു കാവ്യ തീർത്തവൻ നിന്റെ. ഡാ, പണിയെടുക്ക്. ദാ കുടിക്ക്. ഇവന്മാരാണ് ഇനി പണിക്ക് വിളിച്ചേക്കുന്നത്. അത് ആശാനെ ബാപ്പ വിളിച്ച് ഏൽപ്പിച്ചതാടി. എന്നിട്ട് ബാപ്പ എവിടെ? ഞാൻ പറഞ്ഞില്ലേ, ഉമ്മയും ബാപ്പയും ഇത്താത്തന്റെ വീട്ടിൽ പോയി. പറ്റിയ ആൾക്കാരാ. അതെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ എന്നെ കാണാൻ വന്നതാണോ അതോ സജി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ? ഒന്ന് പോടിയാണ്. ഹസീന ഹസീന. എന്താ? ഒരു കുപ്പി വെള്ളം വേണമായിരുന്നു. എനിക്കറിയാം വെള്ളമൊക്കെ വേണ്ടി വരുമെന്ന്. നിനക്ക് വേണടാ. ഇന്നെന്താ ക്ലാസ്സിൽ പോകാനേ? തനിക്കെന്താ ഞാൻ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ? അല്ല, താൻ പഠിച്ചൊരു ജോലി കിട്ടിയാൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതൊരു ആശ്വാസമാകില്ല കുട്ടി. അയ്യടാ, ഇത് തന്നെയാരെ കെട്ടാൻ പോകുന്നത്? അങ്ങനെയൊന്നും പറയരുത്. ഹായ് വെള്ളം. അല്ല, ഈ പണി ഇന്നെങ്കിലും തീരുവോ? പെട്ടെന്ന് തീർത്തേക്കാമേ. സീനെ, ഞാൻ പോവാണേ. ശരി എന്നാ. ഇവളെ കൊണ്ട് പറയിക്കാൻ എന്തോ ഒരു മാർഗം. ഏയ്, ഒന്ന് നിന്നേ. സംഗതി ഞാൻ തന്റെ പുറകെ നടക്കുന്നതൊക്കെ ശരിയാണ് എന്ന് കരുതി കാണുന്നിടത്തൊന്നും ഓടിക്കേറി നടക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ. അതെ അല്ലേ? അപ്പൊ ആ കാണണോ? വൃത്തികെട്ടോ നാറ്റിച്ചല്ലോ തിണ്ടി. എന്താടാ വായി നോക്കി? ആശാന് ഇച്ചിരി പെയിന്റ് വേണമായിരുന്നു. അയ്യോ, പെയിന്റ് കിട്ടിയപ്പോ നീ ഇവിടെ മല മറിച്ച് കളയും. ആശാൻ ചുമ്മാ തമാശ. പെങ്കൊച്ചിനങ്ങ് വീട് ഇല്ലെങ്കിൽ ഈ പെയിന്റ് വാട്ടി എടുത്ത് നിന്റെ തല